ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേവസ്വം ബോർഡുകളിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. എറവക്കാട് ഓടഞ്ചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഗുരുവായൂരിൽ കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. മാളയിൽ അടച്ചുപൂട്ടിയ മത്സ്യമാർക്കറ്റ് സ്ഥലത്ത് കമ്പിവേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം സംഘർഷത്തിനിടയാക്കി. മെമ്പർമാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പലിശ ഇടപാടുകാരൻ പ്രഹ്ലേഷിന്റെ ഭീഷണി സന്ദേശം പുറത്ത് മുസ്തഫയുടെ കുടുംബത്തിന് നിയമസഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി. കേച്ചേരിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവം മുഖ്യപ്രതിയുടെ സഹോദരന്റെ ഭാര്യയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശിനി ഷാനയാണ് അറസ്റ്റിലായത്. ആദൂരിൽ 4 വയസ്സുകാരൻ പേനയുടെ മൂടി ശ്വാസനാളത്തിൽ കുടുങ്ങി മരിച്ചു. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. തൃശൂർ സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളക്കെതിരെയും ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതിയും ഗജസമ്പത്ത് ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെയുമാണ് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത്. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിലാണ് യുവമോർച്ച നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമൃത അശോകന് പരിക്കേറ്റത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ ഇവർ നടപ്പാതയിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇവർ പ്രാഥമിക ചികിത്സ തേടി. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡുകളിലെ പ്രസിഡന്റുമാർ കണ്ണടച്ചു തുറക്കും മുൻപ് കോടീശ്വരന്മാരാകുകയാണെന്ന് MT രമേശ് പറഞ്ഞു. ദേവസ്വം ബോർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കൊള്ള യാതൊരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ദയാനന്ദൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം നഷ്ടപ്പെട്ടതിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ലെന്നാണ് കോടതി നിരീക്ഷണം. ശബരിമല അഴിമതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദേവസ്വം മന്ത്രി രാജിവെക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ CPMന് അഴിമതി നടത്താനുള്ള കറവ പശുക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പണം ബാങ്കിൽ നിന്ന് തിരിച്ചു ലഭിക്കാത്ത സാഹചര്യമാണ്. ദേവസ്വങ്ങൾക്കെതിരെ BJP നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വത്തുവകകൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കണക്കെടുക്കണം. ഗുരുവായൂർ ദേവസ്വത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു.
ഗുരുവായൂർ ദേവസ്വത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചു. ദേവസ്വത്തിന്റെ സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. ശേഖരത്തിലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളവയും സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വി.കെ. വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. ദേവസ്വത്തിന്റെ ആനകളുടെ മുറിച്ച കൊമ്പുകളും ചെരിഞ്ഞ ആനകളുടെ കൊമ്പുകളും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ശേഷമുള്ള ബാക്കിയുള്ള സ്വർണം കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള മിന്റിൽ ഉരുക്കി ബാറുകളാക്കി മുംബൈയിലുള്ള SBI ബ്രാഞ്ചിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കുങ്കുമപ്പൂവ് പ്രത്യേക സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർക്കുന്നതായും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ സമർപ്പിച്ച 2000 കിലോ തൂക്കമുള്ള ഉരുളി തിടപ്പള്ളിയിൽ പായസ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. 2019-20 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ ദേവസ്വം സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചതായും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനില്ലെന്നും ദേവസ്വം ചെയർമാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലി പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. പുഴയോരത്തെ തെങ്ങും കവുങ്ങും മുളങ്കൂട്ടവുമാണ് പുഴയിലേക്ക് മറിഞ്ഞു വീണത്. പുഴയിലേക്ക് വീണ മരങ്ങൾ ഒഴുകിയെത്തി ഷട്ടറിൽ തടഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയിൽ വീണ മരങ്ങളും മുളങ്കൂട്ടവും നീക്കം ചെയ്യാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് പുഴയോരം ഇടിഞ്ഞ് മരങ്ങൾ കടപുഴകിയത്. മരങ്ങൾ ഷട്ടറിൽ വന്നടിഞ്ഞാൽ ഷട്ടർ ഉയർത്താൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് കർഷകർ പറയുന്നു. കാലവർഷത്തിൽ ഓടൻചിറയുടെ എല്ലാ ഷട്ടറുകളും ഉയർത്താൻ കഴിയാത്തത് മൂലം കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം സംഭവിച്ചിരുന്നു. ഗുരുവായൂരിൽ കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. ഗുരുവായൂർ നഗരസഭ മുൻ കൌൺസിലർ പുത്തമ്പള്ളി മുട്ടത്ത് പരേതനായ ഡേവിഡിന്റെ വീട്ടുമതിലാണ് തകർന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് കരിങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. മാളയിൽ അടച്ചുപൂട്ടിയ മത്സ്യ മാർക്കറ്റ് സ്ഥലത്ത് കമ്പിവേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം സംഘർഷത്തിനിടയാക്കി. തർക്കത്തിനിടയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ജിയോ ജോർജ്, TV യദുകൃഷ്ണൻ എന്നിവരെ ബൈജു മണന്തറ എന്നയാൾ ആയുധവുമായെത്തി ഭീഷണിപ്പെടുത്തിയതായി പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്തു. അടച്ചുപൂട്ടിയ മത്സ്യ മാർക്കറ്റിന്റെയും പച്ചക്കറി മാർക്കറ്റിന്റെയും പൊതുവായ പാർക്കിംഗ് സ്ഥലത്ത് പഞ്ചായത്ത് തീരുമാനമനുസരിച്ച് വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ചേരിതിരിഞ്ഞ് തർക്കമുണ്ടായത്. കോൺഗ്രസ് അംഗങ്ങളായ TV യദുകൃഷ്ണൻ, ജിയോ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തി. തുടർന്ന് ചേരിതിരിഞ്ഞുള്ള തർക്കം സംഘർഷാവസ്ഥയ്ക്കിടയാക്കുകയായിരുന്നു. ഇതിനിടയിലാണ് CPIയുടെ പ്രാദേശിക നേതാവ് ബൈജു ഇരുമ്പ് കൊത്തിയുമായി ജിയോ ജോർജിന് നേരെ എത്തിയതെന്നാണ് പരാതി. മാള പഞ്ചായത്ത് അംഗങ്ങളായ ജിയോ ജോർജ്, TV യദുകൃഷ്ണൻ എന്നിവരെ മാരകായുധവുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് കൊത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും CPI പ്രവർത്തകനായ ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രകടനത്തിന് ശേഷം മാള ടൗണിൽ പൊതുയോഗം നടത്തി. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ്, കണ്ണാണശ്ശേരി ശ്രാമിക്കൽ
ദിവേഗ് എന്നിവരുടെ വീടുകളിലാണ് ടെമ്പിൾ SHO ജി അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ദിവേഗിന്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ RC ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റ് സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു. പ്രഗിലേഷിന്റെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിന് പുറത്ത് പോലീസ് പരിശോധന നടത്തി കാവൽ ഏർപ്പെടുത്തി. കഴിഞ്ഞ 10-നാണ് കർണംകോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. 6 ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത് 40 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് സഹോദരൻ ഹക്കീം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ടെമ്പിൾ പോലീസ് പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കിയും ദിവിഷിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തത്. പ്രതികൾക്കെതിരെ കുബേര ആക്ട് കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരനെതിരെ കൂടുതൽ പരാതികൾ. പലിശ ഇടപാടുകാരൻ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. പ്രഹ്ലേഷ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും പണം കടം വാങ്ങിയവർക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചതായി പറയുന്നു. 20-ന് ഗുരുവായൂർ സ്വദേശിക്ക് അയച്ച സന്ദേശത്തിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മുസ്തഫയിൽ നിന്ന് സ്ഥലം ഉൾപ്പെടെ പലിശക്കാരൻ എഴുതി വാങ്ങിയിരുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ രക്ഷാധികാരി M. ബാലാജി പറഞ്ഞു. മുസ്തഫയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം പലിശയ്ക്കെടുത്തതിന് പകരമായി 3.5 സെന്റ് സ്ഥലം എഴുതി നൽകിയിരുന്നു. മുതലും പലിശയും കിഴിച്ച് ബാക്കി തുക തിരികെ നൽകേണ്ടതിനു പകരം വീണ്ടും മുസ്തഫയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നുള്ള മനോവിഷമത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തത്. ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിന് മെല്ലെപ്പോക്കുണ്ടായോ എന്ന കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR സൂരജ്, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J. തലക്കോട്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഫ്രാൻസിസ്, ജോഫി കുര്യൻ തുടങ്ങിയവരും ബാലാജിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫയുടെ ആത്മഹത്യക്കിടയാക്കിയ പലിശ മാഫിയയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPI ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി NP നാസർ ആവശ്യപ്പെട്ടു. നിരവധി കച്ചവടക്കാർ പലിശ മാഫിയയുടെ പിടിയിലാണ്. പലിശ മാഫിയ ഗുണ്ടാ സംഘങ്ങളെ ഭയന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു പറയാതിരിക്കുന്നത്. ശബരിമല സീസൺ സമയത്ത് സജീവമാകുന്ന ഇത്തരം മാഫിയകൾ ഗുരുവായൂരിൽ കേന്ദ്രീകരിക്കുന്നത് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ 2-ാം പ്രതിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ ജാബിറിന്റെ സഹോദരന്റെ ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശിനി ഷാനയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയ ഷാന 500ന്റെ നോട്ട് നൽകുകയും ഇത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ പെട്രോൾ പമ്പിലെ ജീവനക്കാരി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ
കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത്. 500, 200, 100 രൂപകളുടെ കള്ളനോട്ടാണ് A4 ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് പ്രതികൾ കളറിൽ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 40,000-ഓളം രൂപയുടെ കള്ളനോട്ടാണ് പോലീസ് പിടികൂടിയത്. ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരെ തിരിച്ചറിഞ്ഞതോടെ ഒന്നാം പ്രതി ജാബിർ ഒളിവിൽ പോയി. അറസ്റ്റ് ചെയ്ത ഷാനയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒന്നാം പ്രതി ജാബിറിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കളിക്കുന്നതിനിടയിൽ പേനയുടെ മൂടി ശ്വാസനാളത്തിൽ കുടുങ്ങി 4 വയസ്സുകാരൻ മരിച്ചു. ആദൂർ കണ്ടേരിവളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. വീടിന്റെ ഉമ്മറത്തിരുന്ന് കുട്ടി കളിക്കുകയായിരുന്നു. ഇതിനിടയിൽ പേനയുടെ പുറകുവശത്തെ മൂടി അബദ്ധത്തിൽ വിഴുങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ശ്വാസം കിട്ടാതെ പിടയുന്നത് വീട്ടുകാർ കണ്ടത്. അല്പസമയത്തിനുള്ളിൽ കുട്ടി അബോധാവസ്ഥയിലുമായി. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കുട്ടിയെ പന്നിത്തടം അലമീൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലെൻസിന് സമീപം മൂടി പോലെയുള്ള വസ്തു കണ്ടെത്തിയിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് പേനയുടെ പുറകിലെ ചെറിയ മൂടിയാണെന്ന് സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി. കെ രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 75 സ്കൂളുകളിൽ നിന്നുള്ള 6000-ഓളം കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. പഴയന്നൂർ പഞ്ചായത്ത് 13-ാം വാർഡ് വെള്ളടിയിൽ ആനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേട്ടയിൽ എബ്രഹാം, പനന്താനത്ത് മോളയിൽ നാരായണൻകുട്ടി എന്നിവരുടെ കൃഷിയിടങ്ങളിലും വീട്ടുപരിസരത്തും എത്തിയാണ് ആനകൾ വ്യാപക നാശം വരുത്തിയത്. വാഴ, പൈനാപ്പിൾ, തെങ്ങിൻതായ് തുടങ്ങിയ കൃഷികൾ മുഴുവൻ നശിപ്പിച്ചു. പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം ആത്മഹത്യ ചെയ്ത കോടശ്ശേരി ചെമ്പൻകുന്നിലെ ലിൻഡോയുടെ മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം വീട്ടിലെത്തിച്ചു. വെള്ളിക്കുളങ്ങര പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് മരണകാരണമെന്നാരോപിച്ച് വീട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. മരണകാരണം അന്വേഷിക്കുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 14-നാണ് വെള്ളിക്കുളങ്ങര പോലീസ് ലിൻഡോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റിരുന്നു. ഇതിലെ പ്രതി ഡെയ്സൺ ഒളിവിൽ പോയപ്പോഴാണ് സുഹൃത്തായ ലിൻഡോയെ പോലീസ് ചോദ്യം ചെയ്യാൻ നേരത്തെ കസ്റ്റഡിയിലെടുത്തത്. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ടർഫിന് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാ വേലി ഇടിച്ച് തകർത്തു. ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ പറ്റി. കാറിന്റെ ഒരു വശവും തകർന്ന നിലയിലാണ്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായ പരിക്കുകൾ ഇല്ല. KICB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കോടാലി ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് വീണു. മൂന്നുമുറി സ്വദേശി ജോർജ് സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല.
ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുളത്തിൽ വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് കയറ്റി. മാള വലിയപറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മോഷ്ടാവ് സൈക്കിളിൽ വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. പ്രധാന റോഡുകളിലേക്കുള്ള നിരീക്ഷണ ക്യാമറകളാണ് പരിശോധിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഷട്ടർ താഴിട്ട് പൂട്ടുന്ന കുറ്റി തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. 1.5 പവന്റെ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടത്. ആലത്തൂർ സ്വദേശി പഷ്ണത്ത് വീട്ടിൽ രവീന്ദ്രന്റെ നവരത്നം ജ്വല്ലറി വർക്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. മാള SI PM റഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കാട്ടൂർ മിനി എസ്റ്റേറ്റ് കുടിവെള്ള മലിനീകരണത്തിനെതിരെ ജനകീയ കുടിവെള്ള സംരക്ഷണ വേദി 3ാം ഘട്ട സമരം തുടങ്ങി. ഇതിന്റെ ഭാഗമായി വാഹന പ്രചാരണ ജാഥയും കാട്ടൂർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. അമേയ കുമാരേശ്വര ക്ഷേത്രം മേൽശാന്തി സുചീന്ദ്രൻ, അനസ് ഉസ്താദ് എന്നിവർ ചേർന്ന് ധർണ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി മോളി പിയൂസ്, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, പ്രസന്നകുമാർ, DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പുള്ളി, സതീഷ് വിമലൻ, BJP പ്രതിനിധി റിമ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി തവളക്കുഴിപ്പാറ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന 44 കുടുംബങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കി നൽകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. തൃശൂരിൽ മാധ്യമ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് വനംവകുപ്പിന്റെ അധീനതയിലുള്ള ചാലക്കുടി ഉൾവനത്തിലെ 44 ആദിവാസികളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി നൽകുന്നത്. ഉന്നതിയിലെ താമസക്കാർക്ക് വെള്ളം, വെളിച്ചം, വഴി എന്നിവയുടെ പോരായ്മകൾ പരിഹരിച്ച് കുട്ടികളുടെ +2 വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമൊരുക്കുമെന്നും MLA പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പഴയന്നൂരിൽ കാട്ടുപന്നി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് 11ാം വാർഡ് ഷാബു സിമി ദമ്പതികളായ സമ്മിശ്ര കർഷകരുടെ 2 ഏക്കറോളം സ്ഥലത്തെ പഴം, പച്ചക്കറി, ചേന, ചേമ്പ്, കൂവ, പപ്പായ, റംബൂട്ടാൻ, മാംഗോസ്റ്റ് തുടങ്ങിയ കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കൃഷി സംരക്ഷണത്തിനായി കെട്ടിയിരുന്ന കമ്പിവേലികൾ തകർത്താണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിലേക്ക് കടന്നത്. ആയുർവേദ ഔഷധ മൂല്യമുള്ള 1 ഏക്കറോളം വരുന്ന കൂവ നശിപ്പിച്ചതാണ് കനത്ത തിരിച്ചടിയായത്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി നശിക്കുക, ഇപ്പോൾ കൃഷിയിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായ പലരും കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഒരു ശല്യം കൊണ്ട് മുഴുവൻ ഭൂമിയും കൃഷി ഉപേക്ഷിച്ചിട്ട് വനം പിടിച്ച് കിടക്കുകയാണ്. ഒരു മാർഗവുമില്ല. നമുക്കിപ്പോൾ ഈ ഒരു 2 ഹെക്ടർ ലിമിറ്റ് വെച്ചതാണ് ഏറ്റവും വലിയ ഉപദ്രവമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സഹായത്തിന് സർക്കാരിനെ സമീപിക്കാൻ യാതൊരുവിധ മാർഗവുമില്ല. എന്തിന് അപേക്ഷ കൊടുത്താലും അപ്പോൾ പറയും നിങ്ങൾക്ക് സ്ഥലം കൂടുതലാണ്, അപേക്ഷ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരവസ്ഥയാണ്. 2 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ തിരങ്ങിയിട്ട് നമ്മൾ ആദ്യം കപ്പയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 വർഷം കപ്പ നല്ല രീതിക്ക് നമുക്ക് ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ പന്നി കയറി എല്ലാം നശിപ്പിച്ച് കപ്പ അങ്ങനെ ഞാൻ ഒഴിവാക്കുക ചെയ്തത്.
നമുക്ക് വേണ്ടി ഒരു 10 കട പോലും വെച്ചിട്ട് നമുക്കത് കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പുറകെയാണ് നമ്മൾ ഇത് ചെയ്തത്. പക്ഷെ ഫെൻസിങ് ഇങ്ങനെ കടന്ന് ഇങ്ങോട്ട് കയറുന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ പറമ്പൻതളി ഷഷ്ഠി മഹോത്സവത്തിന് ഒരുക്കങ്ങളായിട്ടും മാനിന റോഡിൽ കല്ലും ചെളിവെള്ളവും നിറഞ്ഞ നിലയിൽ. കഴിഞ്ഞ വർഷത്തെക്കാളും ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് 2 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ്. കാവടി, ശൂലം, ഉടുക്കുകൊട്ട് തുടങ്ങിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് തകർന്നുകിടക്കുന്ന ഈ റോഡിലൂടെ കാൽനടയായാണ്. റോഡ് നിറയെ വലിയ കുഴികളും അവയിൽ കല്ലുകളും നിറഞ്ഞ നിലയിലാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരമുള്ള ഈ റോഡ് ശുദ്ധജല പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട് 3.5 വർഷത്തോളമായിട്ടും നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് നന്നാക്കാനുള്ള തുക കൈമാറാൻ കഴിയാതെ വന്നതാണ് അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാൻ കാരണമായത്. ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാൻ PMGSYക്ക് ട്രഷറി അക്കൗണ്ട് ഇല്ലാത്തതിനാൽ പ്രവൃത്തി നീളുകയായിരുന്നു. പിന്നീട് സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും 59 ലക്ഷം രൂപ PMGSYക്ക് കൈമാറി. ഇതിന്റെ ഭാഗമായി റോഡ് നന്നാക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നടപടിയായിട്ടുണ്ട്. എന്നാൽ ഷഷ്ഠി ആഘോഷത്തിന് മുൻപായി റോഡ് നന്നാക്കാനാവില്ല. ഈ മാസം 27 നടക്കുന്ന ഷഷ്ഠി ആഘോഷത്തിന് മുൻപായി റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് BJP മുല്ലശ്ശേരി കമ്മിറ്റി ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. നാടിന്റെ കാർഷിക മുന്നേറ്റത്തിന് നവകുതിപ്പേകാൻ കുമരനെല്ലൂരിൽ സ്മാർട്ട് കൃഷിഭവൻ. 2 കോടി രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച കെട്ടിടം വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, NK പ്രമോദ് കുമാർ, കൺവീനർ MN ദിബിൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ തീവ്രവാദ വിരുദ്ധ മുന്നണി ചെയർമാൻ മനീന്ദർ സിംഗ് ബിട്ട ഗുരുവായൂരിൽ വെള്ളിയാഴ്ച പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം 4 മണിയോടെ മടങ്ങും. അദ്ദേഹം താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വകാര്യ ലോഡ്ജിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ മാർഗമാണ് ഗുരുവായൂരിൽ എത്തിയത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീടിന് നേരെ ആക്രമണം. ജനൽ ചില്ലും കസേരയും അടിച്ചു തകർത്തു. മേത്തല ചെമ്മാലിൽ ക്ഷേത്രം റോഡിൽ തേവാലിൽ വാമനന്റെ വീടിന് നേരെയാണ് ബുധനാഴ്ച രാത്രിയിൽ ആക്രമണം നടന്നത്. വസ്തു തർക്കത്തെ തുടർന്നുള്ള കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. 3 മണിക്ക് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പുറത്തോട്ട് വന്നില്ല. അത് കഴിഞ്ഞ് കസാര എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് വാതിൽ തുറന്നപ്പോൾ ആരെയും കണ്ടില്ല. അങ്ങനെ തന്നെ വാതിലടച്ച് കഴിഞ്ഞപ്പോൾ വന്ന് ജനലും വന്നടിച്ച് ജനൽ പൊട്ടിച്ച്. പിന്നെ അവിടെ നിന്ന് തെറിയുടെ അഭിഷേകമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 112ലേക്ക് പോലീസിനെ വിളിച്ച്. പോലീസ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾ വരും, ഞാൻ കൊടുങ്ങല്ലൂർക്ക് മെസ്സേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് പോലീസിന് വരെയായിരുന്നു. ജീപ്പിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഇവർ 2 പേരും ഇവിടെ നിന്ന് പോയി. ഇതാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്ന സംഭവം. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ മനു P. ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, വാർഡ് കൌൺസിലർ CS സുമേഷ്, SMC ചെയർമാൻ അസീസ് പുഞ്ചപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ കേരള പോലീസ് ഒന്നടങ്കം പല ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ്, കേരള കർഷക യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റായി വിൽസൺ മേച്ചേരി, ചാലക്കുടി ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയായി KB സുനിലൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. KC ജോസഫ്, ജെയ്സൺ ജോസഫ്, വൈസ് പ്രസിഡന്റുമാർ ഫിലിപ്പ് ഓളാട്ടുപുറം, CK ഫ്രാൻസിസ്, ഡേവിസ് നായത്തോടൻ, VL തഞ്ചപ്പൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ജോസഫ് തരകൻ തിരൂർ, ട്രഷറർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. തിരുവില്ലാമല GVHSSൽ ഭക്ഷ്യശാസ്ത്രമേളകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ P. ജയശങ്കർ,
NSS പ്രോഗ്രാം ഓഫീസർ AN സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. EV പാർട്സുകളാണ് ഈ അസംബിൾ ചെയ്തേക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് EV സ്കൂട്ടറിന്റെ അബ്ദുൽ മോട്ടറിന്റെ ഇതിൽ വന്നിട്ട് നമ്മുടെ വരന്തരപ്പള്ളി ജനത UP സ്കൂളിലെ സയൻസ് ലാബ് ശ്രീരാമകൃഷ്ണ സേവാശ്രമം ട്രസ്റ്റ് കമ്മിറ്റി അംഗം N മുരളീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ട്രസ്റ്റി രാജീവ് വൈലോപ്പിള്ളി, R അശോക്, KG രാജു, MPTA പ്രസിഡന്റ് ലിൻഡ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സയൻസ് ലാബ് R അശോക് സാർ, ശ്രീ നമുക്കുണ്ടായിരുന്നു അബ്ദുൽ കലാം. ആമ്പല്ലൂർ എഴുത്തകം കൂട്ടായ്മയുടെ പുസ്തക പ്രകാശനം ഞായറാഴ്ച കൊടകരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ KN ഗണേഷ് പുസ്തക പ്രകാശനം നിർവഹിക്കും. പുതുക്കാട് മണ്ഡലത്തിലെ 24 പ്രതിഭകളുടെ ജീവിതവും സംഭാവനകളും ഉൾപ്പെടുത്തിയതാണ് പുസ്തകം. എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ്, സെക്രട്ടറി സുധാകരൻ നെല്ലായി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രാജൻ നെല്ലായി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ സമുച്ചയത്തിന് വെള്ളിയാഴ്ച തറക്കല്ലിടുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CC മുകുന്ദൻ MLA തറക്കല്ലിടൽ നിർവഹിക്കും. അംഗങ്ങളായ KB സുരേഷ്, മല്ലിക ദേവൻ, CR ഷൈൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേവസ്വം ബോർഡുകളിലെ അഴിമതി CBI അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ BK വിജയൻ. എറവക്കാട് ഓടഞ്ചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഗുരുവായൂരിൽ കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. മാളയിൽ അടച്ചുപൂട്ടിയ മത്സ്യ മാർക്കറ്റ് സ്ഥലത്ത് കമ്പിവേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം സംഘർഷത്തിനിടയാക്കി. മെമ്പർമാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പലിശ ഇടപാടുകാരൻ പ്രഹീഷിന്റെ ഭീഷണി സന്ദേശം പുറത്ത്. മുസ്തഫയുടെ കുടുംബത്തിന് നിയമസഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി. കേച്ചേരിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവം. മുഖ്യപ്രതിയുടെ സഹോദരന്റെ ഭാര്യയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശിനി ഷാനയാണ് അറസ്റ്റിലായത്. ആദൂരിൽ 4 വയസ്സുകാരൻ പേനയുടെ മൂടി ശ്വാസനാളത്തിൽ കുടുങ്ങി മരിച്ചു. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. തൃശൂർ സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.